ചോയ്സ് നെറ്റ്വർക്കിൻ്റെ പുതിയ എപ്പിസോഡിൽ തിരുത്ത് എന്ന സിനിമയിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അലൻ, ഹൃദയ, സ്വാഗതം. അപ്പോൾ തിരുത്തിൽ എന്താണ് നിങ്ങളുടെ വേഷം? ഞാൻ ആക്ച്വലി ഇത് ജോഷിയേട്ടൻ്റെ മോനായിട്ടാണ് അഭിനയിക്കുന്നതിൽ. ഇത് പിന്നെ പ്രധാന കഥാപാത്രമായ സന്തോഷ് കുമാർ അഭിനയിക്കുന്ന കുട്ടിക്കാലം ആണ് ചെയ്യുന്നത്. ഹൃദയ പോസ്റ്ററിൽ ഹൃദയാണ്. സന്തോഷ് കുമാറിന്റെ എംപിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു കരാട്ടെ ടീച്ചറിന്റെ ഒരു റോളാണ്. ശരിക്കും കരാട്ടെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ പഠിപ്പിക്കുകയാണോ? എങ്ങനെയാണ്? പഠിപ്പിക്കുന്നില്ല. ചില സമയത്ത് ജോഷേട്ട പറയുമ്പോൾ ജസ്റ്റ് ക്ലാസ് എടുക്കും, അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അല്ലാണ്ട് പഠിക്കുന്നു ഇപ്പൊ കുറച്ചായിട്ട് പോകുന്നില്ല. എന്താണ് ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞു. +2 എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. +2 ഇപ്പോൾ ഇത് ഈ സിനിമ നിങ്ങൾ കുറേ പുതിയ ആളുകളാണ്, നിങ്ങളുടെ തന്നെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ശരിക്കും ഇതിലെ ആക്ടേഴ്സായിട്ട് എത്തിയത് എങ്ങനെയാണ്? അത് ജോഷേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞു, അങ്ങനെ എത്തിപ്പെട്ടതാണ്. ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? മുമ്പ് ഇതിന്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിമില് സെയിം റോൾ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അല്ലൻ എങ്ങനെയാണ് അഭിനയം? ഞാനിതുപോലെ തന്നെ ജോഷിയേട്ടൻ്റെ ക്ലാസ്സിൽ കരാട്ടെ ക്ലാസ്സിലുള്ളതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. പിന്നെ വേറെ ഇത് ഫീൽഡിലേക്ക് പോയപ്പോൾ അത് സ്റ്റോപ്പായി. പിന്നെ ജോഷിയേട്ടൻ ഇങ്ങനെ വിളിച്ചു ഒരു ദിവസം, ഇങ്ങനെ പടം ചെയ്യുന്നുണ്ട്, റോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ സെലക്ഷൻ? ഞാൻ ചോദിച്ചാൽ ഒരു നിങ്ങളൊരു ഓഡിഷൻ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതോ നിങ്ങളെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ അഭിനയിക്കാൻ വിളിക്കുകയായിരുന്നു? അങ്ങനെ തന്നെയാണ്. ജോഷിയേട്ടൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നീ തന്നെ വേണം, അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ആദ്യത്തെ ദിവസം പള്ളിയിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തത്. അച്ഛൻ്റെ മുമ്പിൽ വെച്ച് വലിയ ഡയലോഗൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെറിയൊരു ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ഫിയർ ഇത്രയും ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന് ഈ കഥയൊക്കെ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇതിന് നിങ്ങളുടെ ക്യാരക്ടർ ഫുള്ള് നിങ്ങൾ വായിച്ചിരുന്നു? എങ്ങനെയായിരുന്നു കഥ? ഇതിന് അതായത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കഥയും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഡയലോഗും പഠിപ്പിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിങ് തുടങ്ങിയത്. ഇതൊക്കെ എങ്ങനെയായിരുന്നു? കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ ഒരുപാട് ഉണ്ടായിരുന്നോ? ഒരുപാടില്ല, കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നിട്ട് അത് പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കരാട്ടെ തന്നെ, അത് പിന്നെ ആ സമയത്ത് തന്നെ അങ്ങ് ചെയ്തു. എത്ര വർഷമായി ശരിക്കും കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 6ാം ക്ലാസ് മുതൽ. 6ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കരാട്ടെ ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നത്? എങ്ങനെയാണ്? കരാട്ടയിലേക്കാണോ? അത് ചെറുപ്പം തൊട്ട് തന്നെ ഇഷ്ടമുണ്ടായിരുന്നു, കരാട്ടേനോട് പഠിക്കണം, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം ഇതിലെങ്ങനെയായിരുന്നു ഞാൻ പറയാം ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു ഇതിൽ? മുമ്പേ അറിയുന്നവരാണ്, ഇപ്പം നിങ്ങളെല്ലാവരും ഒരു നാട്ടുകാരാണെന്ന് പറഞ്ഞത്. ഇത് ജോഷിയേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു അധികം എൻ്റെ. പിന്നെ പേടിയുണ്ടായിരുന്നോ? പേടി ക്യാമറേന്റെ മുമ്പിൽ വരുമ്പോൾ ചെറിയൊരു പേടി. പിന്നെ അറിയുന്ന ആൾക്കാരെല്ലായോണ്ട് പിന്നെ അത് കുഴപ്പമില്ല. ഇതിന് മുമ്പ് നിങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ഫിലിമിൽ അത് വലിയ റോളൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ മുഖം കാണിക്കുമ്പോൾ അത്രയും. എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചപ്പോൾ കരാട്ടെ ചെയ്യുന്നതാണ്, അപ്പോൾ ആ ഒരു ഫിയർ ഉണ്ടാവില്ലേ? പക്ഷെ അഭിനയം എന്ന് പറയുമ്പോൾ ഒരു വേറൊരു സംഭവമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അത്? എങ്ങനെയായിരുന്നു? പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നു, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്നല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു. തെറ്റുമായിരുന്നു, പിന്നെ അത് നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. ഇപ്പം എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചാൽ? അല്ലാതെ എന്താ പറയുക, കുറേ പേരുടെ ഇപ്പം നമ്മളിപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫിലിം പോലെ ആയിരിക്കില്ല, അതൊരു വേറെ തരത്തിലായിരിക്കും. ഇപ്പം പല സീൻസൊക്കെ ഇറക്കുന്നൊക്കെ ആയിരിക്കും എടുക്കുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് ഇത് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും, എന്താ വേണ്ടതെന്ന് പറഞ്ഞു തരും, അതോ നിങ്ങളുടെ കൂടിയും ഇപ്പം ഡയലോഗൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അവർ പറയുന്ന ഡയലോഗ് തന്നെയാണോ? എഴുതി വെച്ചിട്ട് ഡയലോഗ് തന്നെയാണോ? എഴുതി വെച്ചിട്ട് കയ്യിലുണ്ടാവും ഡയലോഗ്. എന്നിട്ട് ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തന്നിട്ട് ഇത് ഇങ്ങനെ പറയണ്ടെന്നൊക്കെ പറഞ്ഞു തരും. ഇതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഡയലോഗുകളൊക്കെ? നമുക്ക് സ്വന്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഡയലോഗ് ആയാലും ചെയ്യുന്നതിലായാലും. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കിട്ടാണ്ട് നിൽക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഡബ് ചെയ്തത് നിങ്ങൾ തന്നെയാണോ? അല്ല, എൻ്റെ ഡബ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അതെങ്ങനെയായിരുന്നു? കാരണം ഡബ് ചെയ്യാന്ന് പറയുന്നത് അഭിനയ പോലെ തന്നെ അല്ലെങ്കിൽ അഭിനയത്തെക്കാട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയായിരുന്നു അത്? ആദ്യമായിട്ട് പോയപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 2-3 മണിക്കൂർ എടുത്തു, ഒരു സീന് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങ് ഓക്കെ. ഇത് എൻ്റെത് 2-3 ദിവസം കൊണ്ട് തീർന്നത്. ആക്ച്വലി അത്രയും ദിവസം പോയായിരുന്നു. ശരിക്കും അഭിനയത്തെ പോലെ അതിനെക്കാട്ടും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അത് അല്ലാണ്ട് ഡബ് ചെയ്യാൻ നോക്കിയിട്ടില്ല.
ഇപ്പൊ എങ്ങനെയാണ് ഇനി ഇപ്പൊ പ്ലസ് ടു അല്ലേ നിങ്ങൾ രണ്ടുപേരും പ്ലസ് ടു അല്ലേ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലസ് ടു ഇനിയിപ്പോ എങ്ങനെയാണ് ഇപ്പൊ കരാട്ടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? കരാട്ടെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. പഠിത്തവും കൊണ്ടുപോകണം. ഇപ്പൊ സിനിമകൾ ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ സിനിമകൾ കാണാറുണ്ടോ? സിനിമ എങ്ങനെയാണ് കാണാറുണ്ട്, ഇഷ്ടമാണ്. അഭിനയമാണോ കരാട്ടെയാണോ? രണ്ട് അഭിനയത്തിനോട് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല ഇതുവരെ, അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല. സിനിമ ഇഷ്ടമാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് രണ്ടുപേരും അഭിനയം സീരിയസ് ആയിട്ട് എടുക്കുമോ ഇത് കഴിഞ്ഞാൽ? അഭിനയം അവസരം കിട്ടിയാൽ ചെയ്യും, അല്ലാണ്ട് ഇതിന്റെ പുറകെ അങ്ങനെ പോകാൻ താല്പര്യമൊന്നുമില്ല. വേറെ ഫീൽഡ് നോക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ്, അപ്പൊ എല്ലാരും കണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.